അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, താജുൽ ഉലമ സാന്ത്വന കേന്ദ്ര ശിലാസ്ഥാപനം ബഹുമാനപ്പെട്ട KP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഉസ്താദ് നിർവഹിച്ചിരിക്കുകയാണ്. തദവസരത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്തതിലുള്ള എൻ്റെ വ്യസനവും നിരാശയും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഉസ്താദ് എത്തുന്ന സമയത്ത് തന്നെ എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ മറ്റൊരു ഒഴിവാക്കാനാവാത്ത പരിപാടിയിൽ സംബന്ധിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇവിടെ എത്താൻ വൈകിയത്. അതിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, എനിക്കതിൽ വളരെയധികം ദുഃഖം ഉണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഇതിൻ്റെ സംഘാടകർ ക്ഷമിക്കണം എന്നും ഞാൻ അപേക്ഷിക്കുകയാണ്. താജുൽ ഉലമ സാന്ത്വന കേന്ദ്രത്തെക്കുറിച്ച് പറയുമ്പോൾ, താജുൽ ഉലമ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു സാന്ത്വന കേന്ദ്രം ഉണ്ടാകുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം പകരുന്നു. പണ്ഡിതന്മാർ, താജുൽ ഉലമയെ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മുടെ ദീനിനും സമുദായത്തിനും അതുപോലെ തന്നെ നാടിനും വേണ്ടി ചെയ്ത സേവനങ്ങൾ വളരെയധികം ശ്ലാഘനീയമാണ്. ആ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി, ആ മഹാപണ്ഡിതൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് ഒരു സാന്ത്വന കേന്ദ്രം ഉയർന്നു വരുന്നു എന്നത് തീർച്ചയായും ആ മഹാപണ്ഡിതനോടുള്ള നമ്മുടെ കടപ്പാട് നിറവേറ്റുവാനുള്ള ഒരു അവസരമാണ് നമുക്ക് സംജാതമാക്കുന്നത്. ഈ സാന്ത്വന കേന്ദ്രത്തിൻ്റെ ശിലാസ്ഥാപനം വളരെ ആവേശത്തോടു കൂടി നമ്മൾ നിർവഹിച്ചിരിക്കുകയാണ്. ഇതിനേക്കാൾ കൂടുതൽ ആവേശം ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും കാണിക്കാൻ സർവശക്തനായ ജഗന്യന്താവായ അള്ളാഹു എല്ലാവിധ കരുത്ത് നമുക്ക് നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഈ സാന്ത്വന കേന്ദ്രം നമ്മുടെ ഈ പരിസരത്തെ എല്ലാ ആളുകൾക്കും ആശ്വാസം പകരുന്ന ഒരു വലിയ ജനറേറ്ററായി പ്രശോഭിക്കട്ടെ. നമ്മുടെ ദീനും നമ്മുടെ സമുദായവും നമ്മുടെ പ്രവാചകനും ഒക്കെ നമ്മുടെ ശരീഅത്തുമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ ഒരു സഹായം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കുമ്പോൾ നമുക്ക് ഒരു ചിന്തയും, അതായത് ജാതി മത ചിന്തകൾക്ക് അതീതമായിരിക്കണം നമ്മൾ പാവങ്ങളെ സഹായിക്കേണ്ടത് എന്നാണ് നമ്മുടെ ശരീഅത്തും നമ്മുടെ പ്രവാചകനും ഒക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസി പാവങ്ങളെ സഹായിക്കുമ്പോൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരു യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജാതി മത ചിന്തകൾ ഒരിക്കലും ഭൂഷണമല്ല. അങ്ങനെ നമ്മുടെ ശരീഅത്ത് അനുസരിച്ച് നമ്മുടെ മതം പറയുന്നത് പോലെ, നമ്മുടെ പ്രവാചകൻ നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ളത് പോലെ എല്ലാവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ സാന്ത്വന ഈ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്താൻ നമുക്ക് ജഗന്യന്താവ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എത്താൻ വൈകിയതിലുള്ള എൻ്റെ ഖേദം ഞാനിവിടെ പ്രകടിപ്പിക്കുന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.